ഇത് ഗുണ്ടൽപേട്ടയല്ല, മലപ്പുറം ജില്ലയിലെ കൂരിയാട്ടിലെ സൂര്യകാന്തി പാടമാണ്. അതെ, കൂരിയാട്ടിൽ വീണ്ടും സൂര്യകാന്തി പൂത്തിരിക്കുന്നു. നേരത്തെ കുറ്റൂർ പാടത്ത് ചെമ്പൻ ഷബീർ അലി 1 ഏക്കറിൽ സൂര്യകാന്തി കൃഷി ഇറക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് യുവ കർഷകരായ പള്ളിയാളി ഹംസ, മേലയിൽ അബ്ദുൾ റിയാസ്, കള്ളത്താൻ അബു എന്നിവർ 5 ഏക്കറിൽ മണ്ണിപ്പിലാക്കൽ കാട്ടുപാടത്ത് കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൂരിയാട് ഭാഗത്ത് കുറഞ്ഞ ഏരിയ ഏകദേശം ഉണ്ടാക്കിനു. അപ്പം അതിനെക്കാട്ടും കൂടുതൽ ഏരിയ ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നലും പിന്നെ ഇതിൽ നിന്ന് എന്ത് വല്ല വരുമാനം ഉണ്ടായില്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ചെയ്യാനുള്ള കാരണം. പിന്നെ ഈ ട്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ നമ്മൾ തണ്ണിമത്തം ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ കൂടുതൽ ചിലവില്ലാത്തതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തു നോക്കാം, ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ്. ഈ പ്രാവശ്യം ഇതിൽ നിന്ന് വിത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷയല്ല, മഴ കാലാവസ്ഥ അനുകൂലമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഇതിൽ നിന്ന് വിളവ് കാര്യമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇനിയും ഏരിയ കൂടി ചെയ്യാനുള്ള ഇതുണ്ട്. വിത്ത് കർണാടകയിൽ നിന്ന് നമ്മൾ ഇവിടെ നാട്ടിൽ നിന്നൊരു വിത്ത് വാങ്ങിന്, ആ വിത്ത് മുളക്കാതെ മുളപ്പഴ വന്നപ്പം രണ്ടാമത് കർണാടകയിൽ നിന്ന് വിത്ത് വരുത്തിയിട്ടാണ് രണ്ടാമത് ചെയ്തത്. അങ്ങനെ 10 ദിവസം ടൈം ഇങ്ങോട്ട് പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും 10 ദിവസം മുമ്പ് കഴിഞ്ഞു. അപ്പം മഴ പ്രശ്നമില്ലേന് നമുക്കിപ്പോൾ വിളവെടുക്കുന്ന സമയമായി ചെയ്തിരുന്നു. ചിലവ് ഇപ്പം അത്യാവശ്യം വിത്തിന് പണിക്കൂലി, വളത്തിൻ്റെ പൈസ, അങ്ങനെ കുറഞ്ഞ ചിലവുണ്ട്, ചിലവില്ല എന്നല്ല. പക്ഷെ എന്നാലും ഈ ഷീറ്റ് നമ്മൾ തണ്ണിമത്തം ചെയ്യാൻ വേണ്ടിയിട്ട് വിരിച്ചതായതുകൊണ്ട് ആ ഒരു ചിലവ് കമ്മിയായി കിട്ടിയെന്ന് മാത്രം. വിളയും നമ്മളിത് കർണാടക മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഇനി ഇവിടെ ജാഫറും കബീറും ഒരു പരീക്ഷണാർത്ഥം കുറഞ്ഞ ഏരിയ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഒരു വിജയിച്ചെടുത്തതുകൊണ്ട് കണ്ടത് നമുക്കൊരു പ്രചോദനമായി. അതുകൊണ്ട് നമുക്ക് ഇത്രയും ഏരിയ ചെയ്താൽ നമുക്ക് മോശം വരില്ല എന്നുള്ള തോന്നൽ കണ്ടപ്പോൾ നമ്മൾ കൂടുതൽ ഏരിയ ചെയ്തതാണ്.